ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു പാലക്കാടൻ കൊള്ളുപുളി ഉണ്ടാക്കി നോക്കിയാലോ. കൊള്ളെന്ന് പറഞ്ഞാൽ മുതിര കേട്ടോ. അപ്പോൾ നമ്മൾ മുതിര നന്നായിട്ട് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് മുതിര വറുത്തെടുക്കാം കേട്ടോ. വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ അരിച്ച് ഊറ്റുന്നത്. അല്ലെങ്കിൽ വറുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് അരിച്ച് ഊറ്റാൻ വേണ്ടിയിട്ടാണ്. കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുമല്ലോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. കുക്കറിലാണ് കേട്ടോ നമ്മൾ കൊള്ളുപുളി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു തേങ്ങയൊന്നും അരയ്ക്കാത്ത ഒരു ഒഴിച്ച് കറിയാണ്. നല്ല സൂപ്പർ ഒഴിച്ച് കറിയാണ്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു ഉള്ളിയാണ് ആവശ്യമുള്ളത്. ഉള്ളി നന്നായിട്ട് വലിയ ഉള്ളിയാണെങ്കിൽ വലിയ ഉള്ളി, അല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം. നമ്മളത് നന്നായിട്ട് ചതച്ചെടുക്കാൻ പോവാണ്. ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് കുക്കറിലോട്ട് കൊട്ടി കൊടുക്കാം. ആദ്യം നമ്മൾ മുതിര ഇട്ടു, അതിന് ശേഷം കുക്കറിലോട്ട് ഉള്ളി ഇട്ടു, പിന്നെ മുളക് പൊടി. ഇവിടുത്തെ മുളക് പൊടി അത്യാവശ്യം എരിവുള്ളതാവുകൊണ്ട് നമ്മൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. എന്നിട്ട് നമുക്കൊരു 3-4 വിസിലടിക്കാം കേട്ടോ. അത്യാവശ്യത്തിന് വെള്ളം വെക്കണേ. പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി എരിവുള്ളതാവുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അതുപോലെ തക്കാളി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇനി വേണ്ടത് വാളംപുളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മുതിര വെന്ത് വന്നിട്ടുണ്ട്. 3-4 വിസിലൊക്കെ അടിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും വെന്ത് വന്നോളും. അപ്പോൾ നമ്മൾ പുളി നന്നായിട്ട് കുതിർത്തി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിക്ക് പൊതുവേ നല്ല വേവാണെന്നല്ലേ പറയാം. അപ്പോൾ നന്നായിട്ട് പുളി തിളക്കട്ടെ. പുളി അങ്ങനെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാക്കാം. ഇനി അതിൽ നമ്മുടെ താരങ്ങൾ ഇട്ട് കൊടുക്കാം അല്ലേ. ചെറിയ ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, കടുക്, വറ്റൽമുളക്. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി, കറിവേപ്പില, വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൊള്ളുപുളിയുടെ ശരിക്കുള്ള രുചി അറിയണമെങ്കിൽ ഇത് അതിലോട്ടൊന്ന് അങ്ങനെ കൊട്ടി കൊടുക്കണേ. നല്ല പൊരിഞ്ഞ കടുകിൻ്റെയും അതുപോലെ ആ കറിവേപ്പിലയുടെയും ആ എണ്ണയുടെയൊക്കെ ഒരു മണം അതിൽ ചേരുമ്പോണ്ടല്ലോ വായിൽ കപ്പലോടും. ഇതൊരു എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. എന്നാലോ പതിവിലും കൂടുതൽ ചോറകത്താവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാണ് നമ്മുടെ കൊള്ളുപുളി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും